ഹലോ ഫ്രണ്ട്സ്, ലോഗിങ് ഓൺലൈൻ PSC കോച്ചിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിഷാന്ത്. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDC പ്രീവിയസ് ഇയർ ഇംഗ്ലീഷ് ഒരു 4 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ദാറ്റ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ഹെർ ഫ്രണ്ട്. ഓപ്ഷൻ എ വാട്ട്, ഓപ്ഷൻ ബി ഹൂ, ഓപ്ഷൻ സി ഹൂസ്, ഓപ്ഷൻ ഡി ഹൂം. ഇതാണ് 4 ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇതെന്താണ് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന നമ്മുടെ സിലബസിലെ ടോപ്പിക്കിൻ്റെ അകത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് റിലേറ്റീവ് പ്രോണൗൺ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ ഏതാണെന്നാണ് ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വാട്ടുണ്ട്, ഹൂ ഉണ്ട്, ഹുസ് ഉണ്ട്, ഹും ഉണ്ട്. അപ്പോൾ റിലേറ്റീവ് പ്രോണൗൺ എല്ലാം ഒരു റൂളുണ്ട്, നമുക്ക് ഓർത്തിരിക്കാനൊരു ടെക്നിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ബ്ലാങ്കിന് ശേഷം എന്ത് വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോഴും റിലേറ്റീവ് പ്രോണൗൺ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ബ്ലാങ്കിന് ശേഷം എന്ന് പറയുന്നത് സാക്രിഫൈസ്ഡ് എന്ന് പറയുന്ന വെർബാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ബ്ലാങ്കിന് ശേഷം വന്നിരിക്കുന്ന സാക്രിഫൈസ്ഡ് എന്ന് പറയുന്ന വെർബാണ്. അപ്പോൾ ബ്ലാങ്കിന് ശേഷം വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാങ്കിന് ശേഷം വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിലേറ്റീവ് പ്രോണൗൺ ഹൂ ആയിരിക്കും. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹൂ ആണ്. അപ്പോൾ ഓർത്തണം, ബ്ലാങ്കിന് ശേഷം എന്തു വരുന്നു എന്ന് നോക്കിയാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗണിൻ്റെ ഏത് റിലേറ്റീവ് പ്രോണൗൺ ആണെന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാങ്കിന് ശേഷം വെർബോ ഓക്സിലറി വെർബോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ സാക്രിഫൈസ്ഡ് എന്ന് പറയുന്ന ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? വെർബാണ്, ക്രിയയാണ്, വെർബാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൂ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു. അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വുഡ് യു മൈൻഡ് ഡാഷ് എ ബിറ്റ്? വുഡ് യു മൈൻഡ് ഡാഷ് എ ബിറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ മൂവിങ്, സെക്കൻഡ് ഓപ്ഷൻ മൂവ്, തേർഡ് ഓപ്ഷൻ മൂവ്സ്, ഫോർത്ത് ഓപ്ഷൻ മൂവ്ഡ്. വുഡ് യു മൈൻഡ് ഡാഷ് എ ബിറ്റ്? അപ്പോൾ ഓർക്കുക, അങ്ങനെ വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന എപ്പോഴും ജെറണ്ട് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. ജെറണ്ട് ഫോം അല്ലെങ്കിൽ ING ഫോം. ഈ ജെറണ്ട് ഫോം എന്താണെന്ന് ഓർത്തിരുന്നോണം. ജെറണ്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ING ഫോമാണ്. വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും ജെറണ്ട് ഫോമോ അല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വെർബാണ് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള മൂവിങ് ആണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള മൂവിങ് ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓർത്തണം, ജെറണ്ട് ഫോം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ING ഫോം ഓഫ് ദ വെർബാണ്. അത് ഓർത്തണം. ചിലപ്പോൾ ജെറണ്ട് ഫോം ചൂസ് ചെയ്യാൻ പറഞ്ഞ് PSC ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും എന്തായിരിക്കും? ജെറണ്ട് ഫോമോ അല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ. അപ്പോൾ വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ട് ഫോം അല്ലെങ്കിൽ ING ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ മൂവിങ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വുഡ് പാസ്, സെക്കൻഡ് ഓപ്ഷൻ വുഡ് പാസ്ഡ്, തേർഡ് ഓപ്ഷൻ വിൽ പാസ്ഡ്, ഫോർത്ത് ഓപ്ഷൻ വുഡ് ഹാവ് പാസ്ഡ്. അപ്പം ഇഫ് യു സ്റ്റഡീഡ് വെൽ ഡാഷ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്? കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നോക്കണമെന്ന് പറയുന്നത് ഈ ഈഫ് എന്ന് പറയുന്നതാണ് ആ സെൻറ്റൻസിൽ ഈഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നതാണ് മെയിൻ ക്ലോസ്. അപ്പം ഈ ഈഫ് ക്ലോസിൽ ഏത് ടെൻസ് ആണോ അതിനനുസരിച്ച് മെയിൻ ക്ലോസ് വരുള്ളൂ. അപ്പോൾ ഈഫിന് ശേഷം സ്റ്റഡീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ് 3 ടെൻസിലെ മാറ്റം വരുന്നുള്ളൂ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം നമുക്കിവിടെ നോക്കുമ്പോഴേ സ്റ്റഡീഡ് ആണ്. സ്റ്റഡീഡ് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ഈഫ് ക്ലോസിൽ വന്നിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, അതുപോലെ തന്നെ മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. അപ്പോൾ അത് ഓർത്തേക്കുക. ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വരുവാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ വുഡ് പാസ്, വുഡ് പ്ലസ് V1 വന്നിട്ടുണ്ട് ഇവിടെ. വുഡ് പ്ലസ് V1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ വുഡ് പാസ്ഡ്. വുഡ് പാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ V2 ആയിപ്പോയി. അതുകൊണ്ട് ഇത് ആൻസർ അല്ല. വിൽ പാസ് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വുഡ് ഹാവ് പാസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ കണ്ടീഷണൽ ക്ലോസിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരികയാണെങ്കിൽ ഇത് മിക്കപ്പോഴും PSC ചോദിക്കുന്നതാണ്. കണ്ടീഷണൽ ക്ലോസിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഈഫിന് ശേഷം വരുന്ന വെർബ് ഏതിലാണെന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അത് ഏത് ടെൻസിലാണെന്ന്. ഇവിടെ ഈഫിന് ശേഷം സ്റ്റഡീഡ് എന്നാണ്. സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ V3 ഫോമാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അത് സിമ്പിൾ
പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് വരുന്ന ചേഞ്ച് എന്താണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആണ്. V1. അപ്പോൾ വുഡ് പ്ലസ് V1 ഫസ്റ്റ് ഓപ്ഷൻ തന്നെയുണ്ട്. വുഡ് പാസ് എന്ന് പറയുന്നതാണ് അതിന്റെ റൈറ്റ് ആൻസർ. വുഡ് പാസ്. ഇനിയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ വിൽ യു, ഓപ്ഷൻ ബി ഡു യു, ഓപ്ഷൻ സി ആർ യു, ഓപ്ഷൻ ഡി ഡിഡ് യു. അപ്പോൾ ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മളെപ്പോഴും സെന്റൻസ് നെഗറ്റീവ് ആണ് പോസിറ്റീവ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോസിറ്റീവ് ആണ് നെഗറ്റീവ്. അതുപോലെ തന്നെ ഓക്സിലറി വെർബ് ചൂസ് ചെയ്തിട്ട് നമ്മൾ സബ്ജക്റ്റിന്റെ പ്രൊനൗൺ വെച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. പക്ഷേ അതൊന്നും യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരേറ്റീവ് സെന്റൻസിൽ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗിന് ഒരു റൂൾ ഉണ്ട്. ഇംപെരേറ്റീവ് സെന്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ടാഗ് എങ്ങനെ വരണം എന്ന റൂൾ ഉണ്ട്. സിമ്പിൾ ഇംപെരേറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു ആയിരിക്കും. അർജൻസി കാണിക്കുന്ന ഇംപെരേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? വോണ്ട് യു ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെന്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ നോക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ഇംപെരേറ്റീവ് ആണ്. സിമ്പിൾ ഇംപെരേറ്റീവ് ആണ്. ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആജ്ഞ, അപേക്ഷ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇംപെരേറ്റീവ് സെന്റൻസ് വരുന്നത്. അപ്പൊ ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ ഇംപെരേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ സിമ്പിൾ ഇംപെരേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്തായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്? എപ്പോഴും വിൽ യു ആയിരിക്കും. വിൽ യു ആയിരിക്കും. അപ്പോൾ സിമ്പിൾ ഇംപെരേറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു ആയിരിക്കും. അർജൻസി കാണിക്കുന്ന ഇംപെരേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? വോണ്ട് യു ആയിരിക്കും. ഒരു തിടുക്കത്തെയോ ആവശ്യകതയോ അർജൻസിയോ ഒക്കെ കാണിക്കുന്നതിന് എന്തായിരിക്കും? വോണ്ട് യു ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ ഒന്നും കൂടെ ഒന്ന് പറയാം. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഇവിടെ ഹൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഇവിടെ ഹൂ ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ബ്ലാങ്കിന് ശേഷം വെർബോ ഓക്സിലറി വെർബോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ആയിരിക്കും. അപ്പോൾ ബ്ലാങ്കിന് ശേഷം ഇവിടെ സാക്രിഫൈസർ എന്ന് പറയുന്ന വെർബ് ഉപയോഗിച്ചു. അതുകൊണ്ട് നമ്മൾ ഹൂ ചൂസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉഡ് യു മൈൻഡ് ആണ്. ഉഡ് യു മൈൻഡ് എന്ന് പറയുന്ന സെന്റൻസ്, ഉഡ് യു മൈൻഡ് എന്ന് പറയുന്ന ഒരു വേർഡിൽ അല്ലെങ്കിൽ സെന്റൻസ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെർബ് എന്ന് പറയുന്നത് എപ്പോഴും ജെറണ്ട് ഫോം ഓഫ് ദ വെർബ്. ജെറണ്ട് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ING ഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മൂവിങ് വന്നു. അടുത്ത കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. അപ്പോൾ യു വുഡ് പാസ് എന്നാക്കി. യു വുഡ് പാസ്. യു വുഡ് പാസ് എന്നാനുള്ള കാരണം എന്താണ്? ഈഫിന് ശേഷം സ്റ്റഡീഡ് വന്നു. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഈഫ് ക്ലോസിൽ മൂന്ന് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 ടെൻസിലാണ് ചേഞ്ച് വരുന്നത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഈഫിന് ശേഷം സ്റ്റഡീഡ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ് ഈഫ് ക്ലോസ് എങ്കിൽ മെയിൻ ക്ലോസിൽ എന്തേ വരുള്ളൂ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ വുഡ് പ്ലസ് V1 വരുന്ന ഒറ്റ ഉള്ളൂ, വുഡ് പാസ്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം നമുക്ക് ഈ സെന്റൻസ് ഒരു എക്സെപ്ഷണൽ കേസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഇതൊരു ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ഇംപെരേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗിന് റൂളുണ്ട്. സിമ്പിൾ ഇംപെരേറ്റീവ് ആണെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? വിൽ യു ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ മോഡൽ തന്നെയാണ്, ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം.